ആര് നല്ലത് ചെയ്താലും അത് നല്ലതാണെന്ന് പറയണം, ആര് തെറ്റു ചെയ്താലും അത് തെറ്റാണെന്നും പറയണം. കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ശക്തമായി എതിർക്കുകയുണ്ടായി. അതിനു മുൻപ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത കാര്യം വലിയ അഭിനന്ദനം അർഹിക്കുന്നു എന്നും ഞാൻ പറയുകയുണ്ടായി. ഞാൻ ആമുഖമായി ഇത്ര പറഞ്ഞത്, ഇന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വലിയ ഒരു ഭരണപരിഷ്കാരത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ മാധ്യമങ്ങൾ അതിനൊന്നും വലിയ പ്രാധാന്യം നൽകി കാണുന്നില്ല. അവർ PMശ്രീയെക്കുറിച്ചും VC-മാര് മോഹൻ ഭഗതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് മാപ്പ് പറയണം, മാപ്പ് പറയണ്ട എന്നതിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ വലിയ ഒരു ഭരണപരിഷ്കാരമാണ് വി ഡി സതീശൻ നടപ്പിലാക്കിയത്. ഭരണചക്രത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ആ തീരുമാനം സഹായിക്കും. എന്താണ് ആ തീരുമാനം എന്നറിയാമോ? എല്ലാ വകുപ്പുകളിലും ഒരു ധനകാര്യ ഉപദേഷ്ടാവിനെ നിയമിക്കും. അത് പ്രത്യേകമായ നിയമനമല്ല, സാമ്പത്തികമായിട്ട് പ്രത്യേക ശമ്പളമോ അലവൻസോ ഒന്നും നൽകേണ്ടതില്ല. നിലവിലുള്ള വകുപ്പ് സെക്രട്ടറിമാർക്ക് ഉപദേശം നൽകാൻ ജോയിന്റ് സെക്രട്ടറിമാരുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ധനകാര്യ ഉപദേഷ്ടാവ് കൂടിയാക്കും. അപ്പോൾ എല്ലാ വകുപ്പുകളിലും ഉണ്ടാകുന്ന ഫയലുകൾ എല്ലാം ധനകാര്യ വകുപ്പിലേക്ക് അയക്കുകയാണ് ഇന്നത്തെ രീതി. ധനകാര്യ വകുപ്പിൽ അത് ചെന്നാൽ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും അതിൽ തീരുമാനമായി വരാൻ. എന്നാൽ ആവശ്യമുള്ളത് മാത്രം ധനകാര്യ വകുപ്പിലേക്ക് അയച്ചാൽ മതി എന്ന ഒരു സാമ്പത്തിക ഉപദേശം അതത് വകുപ്പുകളിൽ നൽകുന്നതിന് വേണ്ടിയാണ് സാമ്പത്തിക വിദഗ്ധരായ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരെ തന്നെ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായി നിശ്ചയിക്കും എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് പദ്ധതികൾ വളരെ പെട്ടെന്ന് ആരോഗ്യവകുപ്പിലായാലും കൃഷി വകുപ്പിലായാലും പൊതുമരാമത്ത് വകുപ്പിലായാലും വൈദ്യുതി വകുപ്പിലായാലും ഏതു വകുപ്പിലെയും ധനകാര്യ സംബന്ധമായ ചില പദ്ധതികളുടെ അനുമതി ധനകാര്യ വകുപ്പിൻ്റെ കൂടി അനുമതി വേണം എന്ന് ഇപ്പോൾ എല്ലാവരും വാശി പിടിക്കും. അത് ഉദ്യോഗസ്ഥരാണ് കൂടുതൽ വാശി പിടിക്കുക, മന്ത്രിമാരല്ല. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ വാശി പിടിക്കുന്നു? അവർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ ഓഡിറ്റിങ്ങിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കഴിയുന്നത്ര എല്ലാം ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി നടപ്പിലാക്കിയാൽ മതി എന്ന് ഉദ്യോഗസ്ഥരാണ്. അവർ മുഖം രക്ഷിക്കാൻ, സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. തന്മൂലം പല പദ്ധതികളും ഒരുപാട് വൈകിപ്പോകുന്നു ധനകാര്യ വകുപ്പിൻ്റെ അനുമതി കിട്ടാതെ. ഈ ഒരു ഭരണപരിഷ്കാരത്തിലൂടെ വി ഡി സതീശൻ തീർച്ചയായും മലയാളികളുടെ കയ്യടി നേടും. ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് ഒരു വലിയ ഭരണപരിഷ്കാരമാണ് എന്ന് തോന്നുന്നതിന് കാരണവുമുണ്ട്. 20 വർഷം മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2007 നവംബർ മാസത്തിൽ, എന്നെ കേൾക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല, കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമത്തിന് കാരണമായ തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് കർഷക സമരം, അന്നത്തെ ഭരണകക്ഷിയായ CPM ഔപചാരികമായി എതിർത്തിട്ടും CPM-ന്റെ താക്കീതുണ്ടായിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ അദ്ദേഹം സമരവേദിയിൽ വന്ന് ഞാനും കർഷകരുമായി ചർച്ച നടത്തി. അതുകൊണ്ട് തന്നെ ആ സമരം, അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം അന്ന് വലിയ രാഷ്ട്രീയ വാർത്തയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷത്തിനിടയിൽ ഒരു ജനകീയ സമരമുഖത്ത് അദ്ദേഹം നേരിട്ട് ചെല്ലുന്നതും മുരിയാട് കർഷക സമരവേദിയിൽ മാത്രമായിരുന്നു. അപ്പോൾ അന്ന് ആ സമരത്തിൻ്റെ ഒത്തുതീർപ്പ് തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ ഒക്ടോബർ 15-ാം തീയതി നടന്ന അതിഗംഭീരമായ ഒരു ഒത്തുതീർപ്പ്. മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിൽ റവന്യൂ മന്ത്രിയും കൃഷി മന്ത്രിയും നേരിട്ട് കളക്ടറുടെ ചേംബറിൽ 12 വകുപ്പുകളുടെ തലവന്മാർ, കാർഷികോൽപാദന കമ്മീഷണർ, അങ്ങനെ തുടങ്ങി ഒരു വലിയ ഉദ്യോഗസ്ഥ മന്ത്രിതല രാഷ്ട്രീയ
സാംസ്കാരിക നായകരായ പ്രൊഫസർ സുകുമാർ അഴീക്കോടും സാറ ജോസഫും. അങ്ങനെയുള്ള ഒരു അതിഗംഭീരമായ, ഒരുപക്ഷെ കേരളത്തിലെ ഒരു ജനകീയ സമരത്തിനും അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒത്തുതീർപ്പിന് ശേഷം ഞാൻ എൻ്റെ നിരാഹാര കർഷക തപസ് അന്ന് അവസാനിപ്പിക്കുന്നു. പിന്നീട് മുരിയാട് കായൽ മേഖലയിൽ അടിയന്തിരമായിട്ട് ആ വർഷം തന്നെ കൃഷി ചെയ്യാം എന്ന് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് പോകും. മുഖ്യമന്ത്രിയെ കാണും, കൃഷിമന്ത്രിയെ കാണും, റവന്യൂ മന്ത്രിയെ കാണും. അങ്ങനെ ഒടുവിൽ 5 കോടി രൂപ വളരെ അടിയന്തരമായി മുരിയാട് കായൽ മേഖലയ്ക്ക് മാത്രമായി അനുവദിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവുണ്ടാകും. അപ്പോൾ അന്ന് ആ ഉത്തരവ്, മുഖ്യമന്ത്രിയുടെ ആ തീരുമാനം ധനകാര്യ വകുപ്പിലേക്ക് ചെല്ലുന്നു. ഞാൻ ധനകാര്യ വകുപ്പിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥ ഒരാഴ്ചയ്ക്കുള്ളിൽ വിരമിക്കുകയാണ്. അപ്പോൾ ഈയൊരു തലവേദന കൂടി ഇനി തൻ്റെ പേരിൽ വരേണ്ടതില്ല, അതുകൊണ്ട് താൻ പോയി പുതിയത് വരുന്ന ആള് അത് പഠിച്ചതിന് ശേഷം അതിൽ ഒപ്പുവെക്കും എന്ന് ആ സ്ത്രീ എന്നോട്, ആ ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇത് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെയും നീണ്ടുപോകും. അപ്പോൾ ഞാൻ അതിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ഈ പണം അനുവദിച്ച് കിട്ടിയാൽ മാത്രമേ ഈ വർഷം മുരിയാട് കായൽ മേഖലയിൽ കൃഷി ഇറക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അവർ, ഇല്ല, ഇത് മന്ത്രിസഭാ തീരുമാനമില്ലാതെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. 5 കോടി രൂപയാണല്ലോ, അതുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം വേണം എന്ന് അവർ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടാലും അദ്ദേഹവും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അന്ന് കാർഷികോൽപാദന കമ്മീഷണർ ആയിരിക്കുന്ന ഡോക്ടർ ജയകുമാറിനെ കാണും. അദ്ദേഹം സത്യസന്ധമായിട്ട് മുരിയാട് കായൽ സമരത്തോട് വലിയ പ്രതിപത്തി, അതിനോട് വലിയ അടുപ്പം കാണിക്കുകയും വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് അനൗപചാരികമായിട്ട് പറഞ്ഞു, വർഗീസേ, ഇത് രാഷ്ട്രീയ കിസാൻ വികാസ് യോജനയുടെ ഫണ്ടിൽ നിന്നാണ് ഈ പണം എടുക്കുന്നത്. അതുകൊണ്ട് അതിന് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രിയോട് പറയരുത്, വർഗീസിൻ്റെ സ്വന്തം അറിവായിട്ട് പറയണം. ഈ ധനകാര്യ വകുപ്പിൽ പോയാൽ മാസങ്ങൾ കഴിഞ്ഞാലും ഇനി അത് പാസ്സായി വരികയില്ല എന്ന് അദ്ദേഹം എന്നോട് അനൗപചാരികമായിട്ട്, ഞാൻ ഇപ്പോഴാണ് അത് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഡോക്ടർ ജയകുമാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം എല്ലാം കേട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് വരാത്ത ഒരു ചിരി ചുണ്ടിൽ തങ്ങി നിൽക്കും. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പം സഖാവ് ഉത്തരവ് വാങ്ങിയിട്ടേ തിരുവനന്തപുരത്തുനിന്ന് പോകുന്നുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞു, വാശിയല്ല, ഇപ്പം അനുവദിച്ചാലേ ഇനി അവിടെ ഈ തവണത്തെ കൃഷിയെങ്കിലും ഇറക്കാൻ കഴിയുള്ളൂ. ശരി, ഞാനൊന്ന് പരിശോധിക്കട്ടെ. സഖാവ് അല്പം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മറുപടി പറയാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ VS-നെ കാണാൻ ചെല്ലുമ്പോൾ ഇതിന് മന്ത്രിസഭാ അനുമതി വേണം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ VS-ന്റെ മുറിയിലുണ്ടായിരുന്നു. അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ, ആ ഓർഡർ അങ്ങോട്ട് ഇന്ന് തന്നെ അതങ്ങോട്ട് ഒപ്പിട്ടേക്കും, അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ അല്ലേ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥ എന്നെയും കൊണ്ട് അവരുടെ ചേംബറിലേക്ക് പോയി. അവിടെ ചെന്ന ഓർഡർ ടൈപ്പ് ചെയ്തു. അതിൻ്റെ ഒരു പകർപ്പ് എനിക്ക് തന്നു. ഞാൻ അന്ന് തന്നെ അത് തിരുവനന്തപുരത്ത് പത്രക്കാർക്ക് കൊടുത്തു. വസ്തുതകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നീട് ഒരു ദിവസം VS-നോട് ഞാനത് സവിസ്തരം അത് സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹം അത് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അതിൽ മുന്നോട്ട് പോയില്ല. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലും ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അത്യാവശ്യമുള്ള പദ്ധതി അനുവാദത്തിന് വേണ്ടി മാത്രം ധനകാര്യ വകുപ്പിലേക്ക് അയക്കുക. കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ വകുപ്പുകളുടെയും എല്ലാ ധനകാര്യ പദ്ധതികളും ധനകാര്യ വകുപ്പിൽ പോയി അനുമതി തേടി വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. എന്തായാലും VD സതീശനോട് അങ്ങനെ ഒരു നിർദ്ദേശം നൽകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
അദ്ദേഹം ഒരു നല്ല ധനകാര്യ വിദഗ്ധനാണ്. എന്തുകൊണ്ടാണ് ആഭ്യന്തരം കൈയൊഴിഞ്ഞ് ധനകാര്യം അദ്ദേഹം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ധനകാര്യ വകുപ്പിനെ കൈപ്പിടിയിലാക്കിയാൽ വേഗതയുള്ള ഒരു ഭരണത്തിന് സാധിക്കും എന്ന വി.ഡി. സതീശനിലെ ധനകാര്യ വിദഗ്ധന്റെ തിരിച്ചറിവാണത്. അതുകൊണ്ടാണ് മന്ത്രിസഭ അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ നാളിതുവരെ ഒരു സർക്കാരുകളും ചിന്തിക്കാത്ത രൂപത്തിൽ വളരെ വിപ്ലവകരമായ ഒരു ഭരണപരിഷ്കാരം വി.ഡി. സതീശൻ നടപ്പിലാക്കിയിരിക്കുന്നു. തീർച്ചയായും മുഖ്യമന്ത്രി വി.ഡി. സതീശനായി നമുക്കൊന്ന് കയ്യടിക്കാം, നല്ല രീതിയിൽ ഒരു കയ്യടി കൊടുക്കാം.